പ്രിയ സുഹൃത്തുക്കളെ, കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കാശ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുഖ്യമന്ത്രി സമരം ചെയ്യാൻ പോവുകയാണ്. അപ്പം കേരളത്തിൻ്റെ ആവശ്യമില്ലാത്ത കുറേ ചെലവുകളുണ്ട്. അത് എന്താണെന്നുള്ളത് ഒരു ചെലവ് മാത്രം ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ഒന്ന് കേൾക്കണേ. ഇത് കേട്ടിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. ജെമിനി മാമ പറയുന്നത് നോക്കിക്കോ. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, അതാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോ അതെന്താണെന്നുള്ളത് കേട്ടോ. ഒരു സസ്പെൻസ് ആണ് കേട്ടോ. നിങ്ങൾ എന്താണെന്നത് കേട്ടോ. ഞാൻ അതിൽ വിട്ടിട്ടുണ്ട്. തിരിഞ്ഞുകൊണ്ടിരിക്കുക കണ്ട, കറങ്ങിയിട്ട് പോരും. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇത് കുറച്ച് ഓവറാണ്. ഇതൊക്കെ കൺട്രോൾ ചെയ്യാതെ നിങ്ങൾ ഈ ആവശ്യമില്ല. നമസ്കാരം, ഹാരിസ്. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ ജനങ്ങളിലേക്ക് കൃത്യമായ വിവരങ്ങൾ എത്തിക്കാൻ താങ്കൾ ശ്രമിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. താങ്കൾ ചോദിച്ച കാര്യത്തിൽ കൗൺസിലർമാർ, MLA മാർ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരുടെ പെൻഷൻ കാര്യങ്ങളിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അവ താഴെ പറയുന്നവയാണ്. 1. MLA ഓഫ് MLA. MLA മാരുടെ കാര്യത്തിൽ പെൻഷൻ ലഭിക്കാൻ ഒരു നിശ്ചിത കാലാവധി പൂർത്തിയാക്കണമെന്നില്ല. കേരളത്തിലെ നിയമം അനുസരിച്ച് ഒരാൾ ഒരു ദിവസം MLA ആയി സത്യപ്രതിജ്ഞ ചെയ്താൽ പോലും ഒരു ദിവസം MLA സത്യപ്രതിജ്ഞ ചെയ്ത ജീവിതകാലം മുഴുവനും പെൻഷൻ കൊടുക്കണത്ര. അയാൾ പെൻഷൻ അർഹനാണ്. 5 വർഷം തികച്ചവർക്ക് മുഴുവൻ പെൻഷനും അതിൽ കുറഞ്ഞ കാലയളവ് സേവനം ചെയ്തവർക്ക് ആ കാലയളവിന് ആനുപാതികമായ പെൻഷനും ലഭിക്കും. ഓരോ തവണ അധികമായി ജയിക്കുമ്പോഴും പെൻഷൻ തുകയിൽ വർധന ഉണ്ടാകും. 2. കൗൺസിലർമാർ, തദ്ദേശ സ്വയംഭരണ പ്രതിനിധികൾ, നഗരസഭ കൗൺസിലർമാർ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർക്ക് 5 വർഷം ഒരു ടേം കാലാവധി പൂർത്തിയാക്കിയാൽ മാത്രമേ പെൻഷൻ ലഭിക്കൂ. തുടർച്ചയായ 5 വർഷം പദവിയിലിരുന്നവർക്ക് പ്രതിമാസം ഒരു നിശ്ചിത തുക. നിലവിൽ കേരളത്തിൽ ഇത് ഏകദേശം 2000-4000 രൂപ റേഞ്ചിലാണ് പെൻഷനായി ലഭിക്കും. MLA മാരെ പോലെ വലിയൊരു തുക ഇവർക്ക് പെൻഷൻ ലഭിക്കാറില്ല. 3. സർക്കാർ ഉദ്യോഗസ്ഥർ, ഗവൺമെന്റ് എംപ്ലോയീസ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ 2013 മുൻപും ശേഷവും ജോലിയിൽ പ്രവേശിച്ചവർക്ക് വലിയ മാറ്റങ്ങളുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ 2013 മുൻപ് വന്നവർ ജീവിതകാലം മുഴുവൻ പെൻഷൻ ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും സർവീസ് പൂർത്തിയാക്കണം. വെറും 5 മാസമോ 5 വർഷമോ ജോലി ചെയ്താൽ ഇവർക്ക് പെൻഷൻ ലഭിക്കില്ല. പങ്കാളിത്ത പെൻഷൻ 2013 ശേഷം വന്നവർ, ഇവർക്ക് പഴയ രീതിയിലുള്ള പെൻഷൻ ലഭിക്കില്ല. പകരം ജോലി ചെയ്യുന്ന സമയത്ത് ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന തുകയും സർക്കാർ വിഹിതവും ചേർത്ത് വിരമിക്കുമ്പോൾ ലഭിക്കുന്ന ഫണ്ടാണ് ഇവരുടെ ആനുകൂല്യം. ചുരുക്കത്തിൽ MLA കുറഞ്ഞ കാലം ജോലി ചെയ്താലും പെൻഷൻ ലഭിക്കും. കൗൺസിലർ 5 വർഷം പൂർത്തിയാക്കണം. ഉദ്യോഗസ്ഥർ കുറഞ്ഞത് 10 വർഷം സർവീസ് വേണം. പഴയ നിയമം അല്ലെങ്കിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകണം. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ കണക്ക്. അപ്പോൾ ഈ 10 വർഷം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്ത പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതിൽ 4 വർഷം ഏതെങ്കിലും ഒരു രീതിയിൽ ലീവ് എടുത്തിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്ത് വന്നാൽ പോലും ചിലപ്പോൾ പറ്റും വിചാരിക്കുന്നത്. എന്തായാലും ഈ പെൻഷനിലൂടെ കേരള സർക്കാരിന് വലിയൊരു രീതിയിൽ കാശാണ് ഈ ഖജനാവിന്ന് പോകുന്നത്, ജനങ്ങൾ കൊടുക്കുന്ന കാശിന് പോകുന്നത്. അത് സത്യം പറഞ്ഞാൽ കൺട്രോൾ ചെയ്യണം. അത് എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ഐഡിയ, ഇത്രയേ ഉള്ളൂ. ഈ പിരിഞ്ഞു പോകുന്ന ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് ആ കയ്യോടെ പൈസ കൊടുത്തു വിടുക, എന്നിട്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുക. ജീവിതകാലം മുഴുവൻ അവിടെ നിന്ന് പലിശ കിട്ടുന്ന പോലെ ആക്കി തരിക. അയാളുടെ മരണശേഷം മാത്രമേ അവിടെ നിന്ന് കാശ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഇതും കൊണ്ടുവരിക, ഒരു കണ്ടീഷനും. എന്നിട്ട് നിങ്ങൾ അതോടുകൂടി ആ ബാധ്യത വിടുക. പിന്നെ നിങ്ങൾക്ക് പേടിയില്ല. കാരണം ഒരാൾ ഇടയ്ക്കിടയ്ക്കല്ലേ ഇതിങ്ങനെ പോവുള്ളൂ, ദിവസം പോകുന്നില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൈസ കൊടുത്ത് കൈയോടെ വിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. ഇത് ജീവിതകാലം മുഴുവൻ ഒരാളെ ചുമക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ ഒരു രീതിയാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കമൻറ്റിൽ പറയുക, ഇതെല്ലാം കുറച്ച് ഓവറല്ലേ.